മലപ്പുറം കാട്ടിങ്ങലിൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണക്കച്ചവടക്കാരനെ ആക്രമിച്ച് 600 ഗ്രാം സ്വർണം കവർന്നിരിക്കുന്നുവെന്നൊരു വാർത്ത വരുന്നു. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തുവെന്നാണ് പരാതി. രാത്രി 7 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. മുബഷിർ അക്ബർ ചേരുന്നു. മുബഷിർ അക്ബർ, ഒന്നും രണ്ടുമല്ല 600 ഗ്രാം സ്വർണമാണ് കവർന്നിരിക്കുന്നത്. ആസൂത്രിതമായ കവർച്ചയായിരുന്നോ? CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിർണായകമായ പല തെളിവുകളും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺകുമാർ, ഇന്ന് വൈകുന്നേരം ഏകദേശം 6:45 7 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം മഞ്ചേരിക്കടുത്ത് കാട്ടുങ്ങലിൽ വെച്ചാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച നടക്കുന്നത്. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ആഭ്യന്തര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 600 ഗ്രാം സ്വർണം കവർന്നിരിക്കുന്നത്. ജ്വല്ലറി ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഒരു വ്യക്തി ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്നു ഈ സ്വർണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല. ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചയായി തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടും ഈ ഒരു സമയം ഈ മേഖലയിലൂടെ ഇയാൾ കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ സംഘം ആളുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരം ഒരു കവർച്ച നടത്തിയിട്ടുള്ളത്. വാഹനം തടഞ്ഞു നിർത്തി അയാളെ ആക്രമിച്ചുകൊണ്ട് സ്വർണം കവർച്ച ചെയ്ത് അവിടെ നിന്നും കടത്തു കളഞ്ഞു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും അതിർത്തി പ്രദേശം രാമനാട്ടുകര ഭാഗത്ത് വെച്ചും സമാനമായ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പൊട്ടിക്കൽ എന്ന പേരിൽ വളരെ വ്യാപകമായി മലപ്പുറം വടക്കൻ കേരളത്തിൽ വ്യാപകമായി പൊട്ടിക്കൽ സംഘം സജീവമായ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള പൊട്ടിക്കൽ സംഘങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ വിവരമനുസരിച്ച് 600 ഗ്രാം സ്വർണമാണ് ഇയാളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം തന്നെയാണ് ഇയാളുടെ പക്കലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇത് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു മേഖലയിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് വിവരം നൽകിയിട്ടുള്ളത്. എന്തായാലും അത് മനസ്സിലാക്കിയ കവർച്ചാ സംഘം ആളുകളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആക്രമിച്ചുകൊണ്ട് ഇത് കവർന്ന് അവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മഞ്ചേരി പോലീസ് നടത്തി വരികയാണ്. നിലവിൽ കണക്ക് നോക്കിയപ്പോ 8,220 രൂപ ഗ്രാമിനുണ്ടെങ്കിൽ ഈ കണക്ക് നമ്മളോട് പറയുന്നത് ഏകദേശം 600 ഗ്രാം ആകുമ്പോൾ 50 ലക്ഷത്തിനടുത്ത് വരും അല്ലേ? അത്രയും വലിയ തുകയാണ്. തീർച്ചയായും 50 ലക്ഷത്തിനടുത്ത് തുക വരും ഇപ്പോൾ നഷ്ടപ്പെട്ട സ്വർണത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ കണക്കനുസരിച്ച് 600 ഗ്രാം എന്നുള്ളതാണ്. പക്ഷേ ഈ സ്വർണം നഷ്ടപ്പെട്ട വ്യക്തി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അതിനും അപ്പുറത്തുള്ള സ്വർണം തന്റെ പക്കൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളിൽ നിന്ന് മറ്റു മൊബൈലോ അല്ലെങ്കിൽ പണമോ എന്ന് തന്നെ ഈ കവർച്ചാ സംഘം വലിയ കവർച്ചയാണ്. 2 കോടി രൂപയാണ്. ഇപ്പൊ നമ്മൾ കണക്കൂട്ടുമ്പോൾ തന്നെ 49,32,000 വരും. 8,220. ഇനി 24 ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ അത് 8,600 8,800 ആണ് വിലയെങ്കിൽ അത് 51 ലക്ഷത്തിന് മുകളിലേക്ക് പോകും. 75 പവൻ സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളിൽ പോകുന്ന റൂട്ടൊക്കെ ഇവർക്ക് അറിയാമായിരുന്നിരിക്കണം ഒരു പക്ഷേ അല്ലേ? തീർച്ചയായും അരുൺകുമാർ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ചെറിയ വാഹനങ്ങളിലാണ് ഇവരൊക്കെ തന്നെ സഞ്ചരിക്കാറ് എന്നുള്ളതാണ് നമുക്ക് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ ബൈക്കിലായിരുന്നു ഇത് കൊണ്ടുപോയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി സുരക്ഷിതമായ മേഖലയിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടൊരു സംഘം വാഹനം തടഞ്ഞു നിർത്തുന്നതും ഇയാളെ മർദ്ദിക്കുന്നതും ആക്രമിക്കുന്നതും ഇയാളുടെ പക്കലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്ന സ്വർണം കൈക്കലാക്കി അവിടെ നിന്നും കടന്നു കളഞ്ഞിട്ടുള്ളതും. സ്വാഭാവികമായിട്ടും ഇയാൾ സ്വർണം എടുത്തുകൊണ്ട് എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ മേഖലയിൽ മുതൽ ആ സമയം മുതൽ ഈ കവർച്ചാ സംഘം അയാളെ പിന്തുടർന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അരുൺകുമാർ. സ്വാഭാവികമായിട്ട് ആളൊഴിഞ്ഞ മേഖലയാണെന്ന് ഉറപ്പുവരുത്തിയോടുകൂടി അയാളെ ആക്രമിച്ചുകൊണ്ട് ഇത് കവർച്ച ചെയ്ത് കടന്നു കളഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതികൾ ജില്ലയിലെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം വൈകാതെ തന്നെ അവരെ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു പ്രതികരണം നിലവിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണവും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസ് ഇതോടൊപ്പം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കുടിപ്പകയിൽ വലിയ മരണമായി സംഭവിച്ചത് അല്ലെങ്കിൽ അപകടമായി സംഭവിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ രാമനാട്ടുകരയിൽ ഉണ്ടായത്. അതിനുശേഷം ശക്തമായ പരിശോധനകളിലൂടെ ഇതിന് താൽക്കാലികമായ ഒരു അറുതി വരുത്താൻ സാധിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ പൊട്ടിക്കൽ സംഘങ്ങൾ ജില്ലയിൽ വ്യാപകമാകുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിൽ അനിവാര്യമായിട്ട് ഇനി വേണ്ടത്. അരുൺകുമാർ, ഓക്കെ, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. 75 പവനോളം സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. 600 ഗ്രാം സ്വർണം നിലവിലെ തന്നെ മാർക്കറ്റ് വിലയനുസരിച്ച്
അരക്കോടിയിലോളം രൂപയുടെ സ്വർണം കവർന്നിരിക്കുന്നു. ഒരു ബൈക്കിലെത്തിയ കവർച്ചക്കാർ ഈ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നയാൾ, ബൈക്കിലൊക്കെയാണോ ഇത്രയും വലിയ സ്വർണം കൊണ്ടുപോകേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ എങ്കിലും ഈ കവർച്ചക്കാർ അയാളുടെ റൂട്ട് മാപ്പ് നേരത്തെ നിശ്ചയിച്ചു മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. ആ വഴി കാത്തുനിന്ന് സ്വർണം കവർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 75 പവൻ അല്ലേ, അരക്കോടി രൂപ, 51 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്.